കുറച്ച് പൈസ കണവണയും പരിപാടി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു 2-3 രൂപ അവന്മാരെല്ലാം അത് ഉണ്ടാവുള്ളൂ, എനിക്കറിയാം. പിന്നെ ലിച്ചിയുടെ ഞാൻ കുറച്ച് കാശ് ചോദിച്ചിട്ടുണ്ട്, അവിടെ തരാമെന്ന് പറഞ്ഞത്. അതുകൊണ്ടൊന്നും ആയില്ലല്ലോ മോനെ. എന്താ ചെയ്യണ്ട തോമസേ? എല്ലാരും കൂടെ കൊണ്ടു നടന്നു എന്റെ മോനെ കുഴി ചടിച്ചെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അതെന്ത് വർത്താനം പറഞ്ഞ ത്രേസ്യങ്ങളെ? ഒരു പ്രശ്നം വന്നപ്പോൾ ഞങ്ങളല്ലേ ഇവിടെ വന്നിരിക്കാനുള്ളൂ. 4-5 ആംഗളമാരില്ലേ? ആരെങ്കിലും 5 സെന്റ് വിറ്റ് പൈസ തരാന്ന് പറഞ്ഞാ ഇല്ലല്ലോ. കാശിന്റെ കാര്യം വരുമ്പോൾ അപ്പനും ഉണ്ടാവില്ല, ആംഗളമാരുണ്ടാവില്ലേ. KSFയിൽ എനിക്ക് ഒരു കുറിയുണ്ട് 5 ലക്ഷം രൂപയുടെ, അത് വിളിച്ചെടുത്ത് തരാം. പിന്നെ കുറച്ച് കാശ് ഇവന്മാര് സെറ്റാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനതൊന്നുമല്ല തോമസേ. അമ്മയൊന്നും മിണ്ടാതിരുന്നമ്മ. നമ്മളോട് വർത്താനം വേണ്ടിരുന്ന ചെറുക്കൻ 19 ഒത്തുപോയി കിടക്കേണ്ടി വരും. എന്താന്ന് വെച്ചാൽ ഒരു തീരുമാനം ഉണ്ടാക്കുക. അതെ, ബാക്കിയുള്ളത് ഇനിയിപ്പോ എന്റെ പേരിൽ ഒരു 5 സെന്റ് സ്ഥലമില്ലേ, അത് വിൽക്കാം. അല്ലാണ്ട് ഇപ്പൊ എന്ത് ചെയ്യാനാ? ഇടി അപ്പൊ ഇവൾക്കൊരു കാര്യം വന്നാൽ നമ്മൾ എന്ത് വെച്ചോട്ട് നടത്താനാ? കാശ് വാങ്ങാണ്ട് കെട്ടാൻ പറ്റുന്നവര് വന്നിട്ടുണ്ടെങ്കിൽ എന്നെ കെട്ടിച്ചു കൊടുത്താൽ മതി. നീ ഉണ്ടായിരിക്കടി. ഞാൻ പറയും. ഇപ്പൊ അതല്ലല്ലോ ഇവിടുത്തെ കാര്യം. അത് ചേട്ട കാര്യം നടത്താൻ നോക്കും. കളിച്ച് കളിച്ച് കുടുംബം വിറ്റപ്പോ സമാധാനമില്ലേ? ഞങ്ങൾ കാശ് വാങ്ങിയില്ല. നിങ്ങൾ കാശ് വാങ്ങിയ കാശ് മേടിച്ചെന്ന് പറഞ്ഞാ നിങ്ങൾ എന്ത് കാരണം പറഞ്ഞാലും കാശ് മേടിച്ചാൽ ശരിയായില്ല. നിങ്ങൾക്ക് കൊടുക്കാൻ വലിയ അത് പറ, ഞങ്ങൾ പണിയെടുത്തോളാം. എടാ കോപ്പേ, കാശ് മേടിച്ചെന്ന് പറഞ്ഞാ പിന്നെ അവന്റെ വീട്ടിലെ കാര്യങ്ങൾ നടക്കണ്ടാ. നീ തൽക്കാലം ഞാൻ പറയണ കേക്ക്, അവന്റെ വക്കീൽ പറയണ പോലെ ചെയ്. നീ കണ്ടില്ലെന്ന് പറ. എന്നിട്ട് അവൻ പുറത്തിറങ്ങി നടക്കുന്ന ചത്തത് നമ്മുടെ ചങ്കാട. അവനെ പുറത്തിറക്കുന്നത് വളർത്താൻ വേണ്ടിയിട്ടാണെന്ന് വിചാരിച്ച നീ അവന്മാര് തരാന്ന് പറഞ്ഞാൽ കാശ് മേടിച്ചെടുക്ക്. അവൻ കേസ് കഴിഞ്ഞ് പുറത്തിറങ്ങട്ടെ, നമ്മളവനെ പണിയും. അങ്കമരിയിട്ട് തന്നെ പണിയും. മനസ്സിലായടാ? നീ ചായ പിടിക്കും. ശരി. മരംകൊത്തി സിജോൻ കൊളുത്തി കേസിന് മൊഴി മാറ്റി പറഞ്ഞു. അങ്ങനെ കോടതി ഞങ്ങളെ വെറുതെ വിട്ടു. ബാക്കിയുള്ള പൈസ സ്ഥലം വിറ്റ് ഉടനെ കൊടുക്കാന്നാണ് അവരോട് പറഞ്ഞേക്കണേ. അത് കഴിഞ്ഞാൽ ആ പ്രശ്നങ്ങൾ തീർന്നു. കേസിന്റെ വിധി 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ ലിച്ചിനെ കെട്ടി. രജിസ്റ്റർ ഓഫീസിൽ വെച്ചൊരു ചെറിയ പരിപാടി. കല്യാണം കഴിഞ്ഞ 2 മാസം കഴിഞ്ഞപ്പോൾ കുറച്ച് അച്ചപ്പം ഉണ്ടെങ്കിൽ കായോർത്തൊക്കെ പോഞ്ഞിട്ടി അവള് ഗൾഫിലേക്ക് തിരിച്ചുപോയി. എനിക്കുള്ള പൈസ അയക്കാന്ന് പറഞ്ഞേക്കണേ.